സമുദ്രോപരിതലത്തിന് 20 മീറ്റർ താഴെ. അത് സമുദ്രത്തിന്റെ ആകെ ആഴത്തിന്റെ വെറും 2% മാത്രമാണ്. നമുക്കിനിയും വളരെ ആഴങ്ങളിലേക്ക് പോകാം. ആ യാത്രയിൽ നാം കണ്ടെത്തുന്ന കാര്യങ്ങൾ അവിശ്വസനീയമാണ്. 200 മീറ്റർ താഴെ നിങ്ങൾ ട്വിലൈറ്റ് സോണിൽ എത്തുന്നു. സൂര്യപ്രകാശം മങ്ങി ഇരുട്ടിലേക്ക് വഴിമാറുന്നു. സ്രാവുകൾ ഇര തേടി നടക്കുന്നു. കണവകൾ പ്രകാശം പുറപ്പെടുവിക്കുന്നു. ഇവിടെ താഴെ ബയോലുമിനസെൻസ് ജീവൻ നിലനിർത്താനുള്ള മാർഗം. തിരമാലകൾക്കടിയിലെ ഒരു സമുദ്രം എന്നതിലുപരി ജീവനുള്ള ഒരു ഗാലക്സിയായാണ് ഇതിനെ കൂടുതൽ അനുഭവപ്പെടുക. 1000 മീറ്റർ ആഴത്തിൽ മിഡ്നൈറ്റ് സോൺ. ഇവിടെ ഒരിക്കലും വെളിച്ചമെത്തുന്നില്ല. ഇവിടുത്തെ മർദ്ദം എത്രയാണെന്നോ? 50 ജംബോ ജെറ്റുകൾ നിങ്ങളുടെ നെഞ്ചിൽ അടക്കി വെച്ചാറുള്ളതുപോലെ, അല്ലെങ്കിൽ ഏകദേശം 1600 ആനകൾ ഒരേ സമയം അമർത്തുന്നത് പോലെ. എന്നിട്ടും അവിടെ ജീവികൾ വളരുന്നു. ഭീമൻ കണവകളും അനന്തമായ രാത്രിയിൽ വെളിച്ചം വീശുന്ന റാന്തലുമായി ആംഗ്ലർ ഫിഷും. 4000 മീറ്റർ താഴെ നിലയില്ലാ കായങ്ങളിലേക്ക് സ്വാഗതം. തകർന്ന കപ്പലുകളുടെ തണുത്തുറഞ്ഞൊരു ശവപ്പറമ്പ്. 1912 മുതൽ നിശബ്ദമായി സംരക്ഷിക്കപ്പെടുന്ന ടൈറ്റാനിക് വിശ്രമിക്കുന്നത് ഇവിടെയാണ്. ഈ അന്യഗ്രഹലോകം പോലെയുള്ള സ്ഥലം സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ 2012 സിനിമാ സംവിധായകൻ ജെയിംസ് കാമറൂൺ ഒറ്റയ്ക്ക് ഇവിടെ ഇറങ്ങി. 6000 മീറ്റർ ആഴത്തിൽ പാതാളം എന്നർത്ഥം വരുന്ന ഹേഡീസിന്റെ പേരിൽ അറിയപ്പെടുന്ന ഹെഡൽ സോൺ. ഭൂമിയുടെ കാമ്പിൽ നിന്ന് തിളയ്ക്കുന്ന ധാതുക്കൾ പുറന്തള്ളുന്ന അഗ്നിപർവ്വത വിള്ളലുകളെ ആശ്രയിച്ചാണ് ഇവിടെ ജീവൻ നിലനിൽക്കുന്നത്. കേവലം അതിജീവിക്കാൻ മാത്രമല്ല, അസാധ്യമായതിനെ നേരിടാൻ കൂടി സൃഷ്ടിക്കപ്പെട്ട ജീവികളാണിവ. ഒടുവിൽ ഏറ്റവും അടിത്തട്ടിൽ 11000 മീറ്റർ താഴെ മരിയാന ട്രെഞ്ച്. എവറസ്റ്റ് കൊടുമുടി ഇതിൽ മുക്കിയാൽ അത് പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന അത്രയും ആഴം. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ വിമാനങ്ങൾ പറക്കുന്ന ഉയരവും ഇതേ 11 കിലോമീറ്ററാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ മുകളിലുള്ളത് ആകാശമല്ല, വെള്ളമാണ് എന്ന് മാത്രം. നമ്മുടെ സ്വന്തം സമുദ്രങ്ങളെക്കാൾ വ്യക്തമായി നാം ചൊവ്വയുടെ ഭൂപടം തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ തവണ കടലിലേക്ക് ഊളിയിടുമ്പോഴും പുതിയ കാര്യങ്ങൾ വെളിപ്പെടുന്നു. ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും വിചിത്രമായ കണ്ടെത്തലുകൾ ഇപ്പോഴും ആഴങ്ങളിൽ നമ്മെ കാത്തിരിപ്പിലാകാം.